ഞാൻ എൻ്റെ ശരീരം കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക കൊണ്ട് മാത്രം ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയിലും അതുപോലെ തന്നെ മാറ്റങ്ങൾ വരണം. ശ്വേതാ മേനോൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനത്തേക്ക് എത്തരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഹണി റോസ് എന്ന് പറയുന്ന നടി, ആ നടിക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഹൂ കെയേഴ്സ്, നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് നമ്മൾ ചരക്കാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ബേസിക്കലി സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കണ്ണിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിഫൈഡ് ആണ്. ഇനിയിപ്പോൾ ഈ സംവരണം വന്നാൽ തന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുരുഷ നേതാക്കന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ചില പപ്പറ്റുകൾ പോലുള്ള സ്ത്രീകൾ കൂടുതൽ കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വന്തമായി ഒപ്പീനിയൻ പറയുന്ന ബോൾഡായിട്ടുള്ള സ്ത്രീകളോടാണ് സപ്പോർട്ട് ഇല്ലാത്തത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ഇന്റർവ്യൂവിൻ്റെ ഔട്ട് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് റിനി ഒരു ഫെമിനിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇവളാണ്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ചില ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസൊക്കെ കല്യാണം കഴിച്ച കുഞ്ഞൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കുറേയധികം വിശേഷണങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാണ്. മാധ്യമപ്രവർത്തകയാണ്, ഡാൻസറാണ്, ആങ്കറാണ്, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? പൊളിറ്റിക്സിലുണ്ട്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് വെൽക്കം. താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ഒരാൾ ആക്റ്റീവ് ആവാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നത്? അത് ഒരു ദൈവാധീനം എന്ന് പറയാം. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. നർത്തകിയാണ്, ഇപ്പോൾ സിനിമയിലും കൂടി ഒന്ന് കൈവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്, ആക്ടിങ്ങിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആങ്കർ ആയിരുന്നു, നമ്മുടെ കൗമുദിയിൽ തന്നെ ആങ്കർ ആയിരുന്നു. ജേർണലിസം അല്ലേ പഠിച്ചത്? അതെ അതെ, പഠിച്ച ജേർണലിസം. ജേർണലിസം പഠിച്ച ഒരു ജേർണലിസ്റ്റ് ആവാൻ പോയ ഒരാൾ ഈ സിനിമയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഈ മാധ്യമപ്രവർത്തനം എന്നുള്ളതിലേക്ക് വന്നതുപോലും? അങ്ങനെയല്ല, ശരിക്കും സിനിമയിലേക്ക് ഞാൻ വന്ന് വളരെ അവിചാരിതമായിട്ടാണ്. ഞാൻ ആദ്യം ഇങ്ങനെ മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ആകാൻ വേണ്ടി ജേർണലിസം പഠിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് വർക്ക് ചെയ്യുകയും ചെയ്തു. വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അതെനിക്ക് പൂർണ്ണമായിട്ടും പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ന്യൂസിലേക്ക് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കലാപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജേർണലിസം എന്നുള്ള ജേർണലിസ്റ്റ് എന്നുള്ള ആ ഒരു ജോലി കംപ്ലീറ്റ്ലി നിർത്തി? അതെ അതെ, കംപ്ലീറ്റ്ലി നിർത്തി എന്നുള്ള രീതിയിൽ. പക്ഷേ വെച്ചാൽ നമുക്കത് ഫുൾ ടൈം ജോബാണ്. നമ്മൾ 24/7 നമ്മൾ ന്യൂസിൽ നിൽക്കേണ്ട ഒരു ജോബാണ്. അപ്പോൾ എനിക്കിങ്ങനെ കലാപരമായ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതും കൂടി ഒന്ന് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാം എന്നുള്ളത്. പക്ഷേ അത് അത്ര എളുപ്പമല്ല. കാരണം ആ ജോലി എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ അത്ര അറിയാമല്ലോ, വളരെ ഡെഡിക്കേഷൻ വേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ഇതും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കലാപരമായിട്ട് മുന്നോട്ട് പോയി നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫീൽഡ് മാറിയത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആങ്കറിങ്ങിലേക്ക് വന്നു. കാരണം ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റിയത് ആങ്കറിങ് ആയിരുന്നു. ആങ്കറിങ്, പിന്നെ അതിൻ്റെ ഇടയിൽ ആഡ്സ് ഷൂട്ടിങ്, അങ്ങനെ മോഡലിങ്, അങ്ങനെയുള്ള പരിപാടികൾ. അതിൻ്റെ ഇടയിൽ വളരെ അവിചാരിതമായിട്ടാണ് സിനിമയിലൊരു ചാൻസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ സിനിമാ നടി ആവാൻ തീരുമാനിച്ച് വന്ന ഒരാളല്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ബാക്കിയൊക്കെ. ഈ പറഞ്ഞതെല്ലാം തമ്മിൽ എവിടേക്കോ കണക്റ്റഡ് ആണ്. ഈ മാധ്യമപ്രവർത്തനം, സിനിമ അല്ലെങ്കിൽ ആങ്കറിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതുമായിട്ട് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽഡാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്സിലേക്ക് എങ്ങനെയാണ് വന്നത്? ആക്ച്വലി ഞാൻ പൊളിറ്റിക്സിൽ ഇങ്ങനെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നൊന്നുമില്ല. കുറച്ച് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻസും ബന്ധങ്ങളും ഉണ്ടെന്നുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ സാഹചര്യവശാൽ അങ്ങനെ ഫാമിലി ആയിട്ട് ഉള്ളതാണ്. ഇല്ല, ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതാണ്. നമ്മൾ എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഫാമിലിയിൽ നിന്ന് കിട്ടിയെന്ന്. ഓക്കെ, ഇപ്പൊ ഇനി സിനിമയാണ് പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ സിനിമയിൽ കുറച്ചുകൂടി സജീവമായി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതെ അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അവിടെ നമ്മളെ പ്രൂവ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എഫേർട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്?
തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു ടഫ് മേഖലയാണ്. കാരണം ദിവസവും ഓരോ പുതുമുഖങ്ങൾ കടന്നു വരുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മുടെ ശ്രമങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാവരും ഭയങ്കര ടാലന്റഡോ, പുതുമുഖങ്ങളാണെങ്കിലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതെ അതെ അപ്പൊ അത് നമ്മുടെ കോമ്പറ്റീഷൻ എന്നുള്ള സംഭവം കൂട്ടുമോ ഒന്നുകൂടെ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ ആരുമായിട്ട് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നില്ല. എനിക്ക് എൻ്റെതായ ഒരു സ്പേസ്, എൻ്റെ ലൈഫിൽ എൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാകും, ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ എന്നോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ മേഖലയിൽ എനിക്ക് എൻ്റെ കഴിവുകൾ തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ തന്നെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതി, ഞാനിപ്പോൾ ഡാൻസിൽ ഓൾറെഡി സജീവമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ടിങ് ഓൾറെഡി അറിയാവുന്ന, പഠിച്ചിട്ടുണ്ട്, ചെറുപ്പം തുടങ്ങിയ ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ ഒരുപാട് വേദികളിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് വേദികളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു, പിന്നെ ചെറുപ്പത്തിൽ തുടങ്ങി മോണോ ആക്ട്, നാടകങ്ങൾ, എല്ലാത്തിലും വളരെ സജീവമായിട്ട് സ്കൂൾ കോളേജ് ലൈഫിലൊക്കെ വളരെ സജീവമായിട്ട് നിന്നിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരാൻ പറ്റും, എനിക്കതിന് സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമ 916 കുഞ്ഞൂട്ടൻ, അതിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതിപ്പോൾ റിലീസായി, അതിനുശേഷം ഇപ്പോൾ OTT ആമസോൺ പ്രൈമിൽ അത് നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഈ ഒരു സിനിമയിലേക്ക് വരാൻ കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ ആ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, ഞാൻ വളരെ കൂളായിട്ട് അങ്ങ് ചെന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന സീൻസൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേക്കിൽ തന്നെ, ഞാനതിങ്ങനെ പുകഴ്ത്തി പറയുമല്ല, ഫസ്റ്റ് ടേക്കിൽ തന്നെ എനിക്കത് ചെയ്യാൻ സാധിച്ചു. അതിലെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നി, കാരണം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് തോന്നി. ഇപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് ആക്ട് ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള ആക്ടിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മുടേതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഓരോ സീൻസ് കാണുമ്പോൾ ഞാൻ തന്നെ ഇമോട്ട് ചെയ്ത് നോക്കും, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടേതായിട്ട് അങ്ങനെ ഒരു രീതിയിലാണ്. ഈ പറഞ്ഞതെല്ലാം തമ്മിൽ എവിടേക്കോ കണക്റ്റഡ് ആണ്. ഇപ്പം ഈ മാധ്യമ പ്രവർത്തനം, സിനിമ അല്ലെങ്കിൽ ആങ്കറിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതുമായിട്ട് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽഡാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊളിറ്റിക്സിലേക്ക് എങ്ങനെയാണ് വന്നത്? ആക്ച്വലി ഞാൻ പൊളിറ്റിക്സിൽ അങ്ങനെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നൊന്നുമില്ല. കുറച്ച് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻസും ബന്ധങ്ങളും ഉണ്ടെന്നുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ സാഹചര്യവശാൽ അങ്ങനെ ഫാമിലി ആയിട്ട് ഉള്ളതാണ്. ഇല്ല, ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതാണ്, നമ്മൾ എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഫാമിലിയിൽ നിന്ന് കിട്ടിയെന്നുള്ള രീതിയിലല്ല. ഞാൻ എൻ്റേതായിട്ട് തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയതാണ്. അത് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലല്ല. എനിക്ക് വളരെ ഇഷ്ടമാണ് ബേസിക്കലി പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ മാറ്റങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അല്ലാതെ പൊളിറ്റിക്സിൽ ഞാൻ നേരിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ പൊളിറ്റീഷ്യൻസിനെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കളക്ഷൻസ് അതാണ് ബേസിക്കലി. അല്ലാതെ ആക്റ്റീവ് പൊളിറ്റിക്സിലല്ല. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്സിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിലോട് ആക്റ്റീവ് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്തായാലും അങ്ങനൊരു തീരുമാനമില്ല. പൊളിറ്റിക്സ് ഇഷ്ടമാണ്, പക്ഷെ അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലല്ല. നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു മോഡാണ്. അതായത് സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചാരിറ്റി പോലെ, അല്ലെങ്കിൽ സാമൂഹികമായ പരിവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇറങ്ങി MLA ആവണം, MP ആവണം, അത്തരത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു രീതിയിലല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ നിൽക്കുക, പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പലതരം ചലഞ്ചസ് ഉണ്ട്. തീർച്ചയായിട്ടും. അതിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? പൊതുവിൽ ഞാൻ കണ്ടുവന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പൊളിറ്റിക്സിലാണെങ്കിലും സജീവമാകാൻ സ്ത്രീകൾക്ക് വലിയൊരു ടഫാണെന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകൾ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ വരുന്ന സ്ത്രീകൾക്ക് തന്നെ പല രീതിയിലും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ കഴിവുള്ള സ്ത്രീകൾക്ക് പോലും പൊസിഷൻസ് കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സമൂഹമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും, ഇപ്പോൾ UP ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ബംഗാൾ ആയിക്കോട്ടെ,
ഗുജറാത്ത് ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം സ്ത്രീ മുഖ്യമന്ത്രിമാരുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഇത്രയും ലിറ്ററേറ്റ് എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ ഇതുവരെ, കേരള സമൂഹത്തിൽ ഇതുവരെ ഒരു സ്ത്രീ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് വരുന്നില്ല. അപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരണം, അല്ലെങ്കിൽ വരാനായിട്ട് തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ആ രീതിയിൽ തീപ്പൊരിയായിട്ടുള്ള സ്ത്രീ നേതാക്കന്മാർക്ക് എന്താണ് അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KR ഗൗരിയമ്മ, അവർ തന്നെ എന്താ കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടി പൊതുമേഖലയിലേക്കൊക്കെ മുന്നോട്ട് വരുന്നതിന് വലിയൊരു തടസ്സമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈവൻ സ്ത്രീകൾ മത്സരിക്കുമ്പോൾ പോലും നമുക്കറിയാം, ഇപ്പോൾ ഇത്തവണ ലോക്സഭ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു, ഷൈൻ ടീച്ചർ മത്സരിച്ചു, അതുപോലെ രമ്യ ഹരിദാസ് മത്സരിച്ചു. ഈ മത്സരിച്ച സ്ത്രീകളൊന്നും തന്നെ വിജയിച്ചില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ്, അത് പിന്നെ വേറൊരു സ്റ്റാറ്റസാണ്. അല്ലാതെ സ്ത്രീകൾ മത്സരിക്കുമ്പോഴും ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്, പോപ്പുലേഷൻ കൂടുതലാണ്. എന്നിട്ട് പോലും സ്ത്രീകൾക്ക് പരിഗണന, അല്ലെങ്കിൽ സ്ത്രീകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആകണമെന്ന് സ്ത്രീകൾ പോലും ചിന്തിക്കാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് പൊളിറ്റിക്സിൽ വരുവാനായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അത് ഇൻസൈഡും ഉണ്ട്, അല്ലാതെയും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരോട് പൊതുവെ ഒരു വിമുഖതയുള്ള ഒരു സമൂഹമാണ് കേരള സമൂഹം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾ അഭിപ്രായങ്ങൾ ബോൾഡായിട്ട് പറയുന്ന, തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുന്ന സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മുന്നോട്ട് പോയി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണുന്ന ഒരു സൊസൈറ്റി ആണ് നമ്മൾ. അതെ 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 അതേക്കുറിച്ച് അതുകൊണ്ട് കുറച്ചും കൂടി സ്ത്രീകൾ എല്ലാ മേഖലകളിലും മുന്നോട്ടേക്ക് വരണം. ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ തന്നെ പുരുഷ നേതാക്കന്മാരെക്കാൾ താഴെയാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല, അത്തരം ആറ്റിറ്റ്യൂഡ്സ് ഉള്ളവർ തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് സിനിമയെക്കുറിച്ച് പറയും, പക്ഷെ എല്ലാ മേഖലയും, ഇപ്പോൾ ഈ പൊളിറ്റിക്സിലാണെങ്കിലും സ്ത്രീകൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സ്ത്രീ വിഷയങ്ങളിൽ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് നേരിടുന്നുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചുകൾ ഉണ്ടാവുക. അത്തരത്തിൽ ഞാനൊരു പാർട്ടിയും തേജോവധം ചെയ്യാനായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ, പല ഫോറങ്ങളിൽ പരാതികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഹൂ കെയേഴ്സ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സിനിമയിലും ഇതുപോലെ തന്നെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ള പലതരം വാദങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ശ്വേതാ മേനോന്റെ കേസ് വരുന്നത്, ഇപ്പോൾ അമ്മ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്വേതാ മേനോൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനത്തേക്ക് എത്തരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ വന്നത് എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും കാണുമ്പോൾ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അശ്ലീല സിനിമയിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്ന കേസ്. അങ്ങനെ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ നേരത്തെ കൊടുക്കേണ്ട കേസാണല്ലോ. ഇപ്പോൾ മത്സരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ കേസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എനിക്കിത് കേട്ടപ്പോൾ മുതലുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, പോൺ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ആക്ട്രസിന്റെ പേരിൽ കേസ് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും കാര്യമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലേ? അതെ, അങ്ങനെ വേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ശ്വേതാ മേനോൻ്റെ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താ പറയുക, രാഷ്ട്രീയ ഏത് മേഖലയിലാണെങ്കിലും സ്ത്രീകൾ കുറേ കൂടി മുന്നോട്ടേക്ക് വരണം, സ്ത്രീകളൊരു പൊസിഷൻസിൽ വരണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് കുറേയെങ്കിലും അവരുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ആളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊരു അന്യ പുരുഷൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ സ്ഥാനത്ത് ഒരു സ്ത്രീയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ കാര്യങ്ങൾ
കാര്യങ്ങൾ സംസാരിക്കുക, സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ട് വരും. ഒരു സ്ത്രീയാണ് ആ പൊസിഷനിൽ എത്തുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമൂഹം മൊത്തത്തിലൊരു സ്ത്രീകൾ അത്തരം പൊസിഷൻസിൽ വരുന്നതിനോട് യോജിക്കാത്ത രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ കടന്നു വന്ന ഇപ്പോൾ ഏത് മേഖലയും നമ്മൾ എടുത്തു കഴിഞ്ഞാലും സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ഭർതൃപീഡനം, സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ ഓരോ കുട്ടികൾ ആത്മഹത്യയും മരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമല്ലോ. സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ത്രീകൾ കുറച്ചും കൂടി പൊളിറ്റിക്സിലാണെങ്കിലും പൊസിഷൻസിലാണെങ്കിലും കടന്നു വരണം. അതിന് തടസ്സം നിൽക്കുവാണ്. അത് സ്ത്രീകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ മത്സരിക്കുമ്പോൾ നമ്മളൊരു ആളാണ് മത്സരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യാൻ സ്ത്രീകളും ശ്രമിക്കുന്നില്ല. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു സമുദായം, രണ്ടുപേരുള്ള സമുദായത്തിന് പോലും ഒരു MLA ഒരു MP ഉണ്ടാവും. പക്ഷേ ഈ കേരള സമൂഹത്തിൽ ഇത്രയധികം ഹാഫ് ദ പോപ്പുലേഷൻ, മോർ ദാൻ ഹാഫ് ദ പോപ്പുലേഷൻ സ്ത്രീകൾ ഉണ്ടായിട്ട് പോലും നമുക്ക് എത്ര റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്? അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്ത്രീ സംവരണ സീറ്റുകൾ എന്നുള്ളതിൽ അല്ലാതെ വേറെ എവിടെയും അങ്ങനെ മത്സരിക്കുന്നില്ല എന്ന് തോന്നുന്നു. മത്സരിക്കുന്നുണ്ട്. സ്ത്രീ സംവരണം ഇപ്പോൾ അങ്ങനെ നിലവിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നതാണല്ലോ ഉള്ളൂ. അപ്പോൾ സ്ത്രീ സംവരണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് പ്രത്യേകം നമ്മളെന്തോ ഒരു ഇച്ചിരി താഴെയുള്ള എന്തോ ഒരു വിഭാഗം പോലെയാണ് ഈ സംവരണം എന്ന് പറയുന്ന ഒരു സാധനം. ഇനിയിപ്പോൾ ഈ സംവരണം വന്നാൽ തന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുരുഷ നേതാക്കന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ചില പപ്പറ്റുകൾ പോലുള്ള സ്ത്രീകൾ കൂടുതൽ കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാതെ കഴിവും വിവരവും ബോൾഡ്നെസ്സും തുറന്ന് സംസാരിക്കാൻ തയ്യാറുള്ള സ്ത്രീകൾ അപ്പോഴും തഴയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സംസാരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിവുള്ള സ്ത്രീകൾ മുന്നോട്ട് വരണം. ആ സ്ത്രീകളെ വിജയിപ്പിക്കാൻ സ്ത്രീകളും കുറച്ച് തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. ഞാനതിങ്ങനെ പുരുഷ വിദ്വേഷം അല്ലെങ്കിൽ പുരുഷന്മാർ വരരുതെന്നുള്ള രീതിയിലല്ല. പക്ഷെ കുറച്ചും കൂടി ഞാനതാ പറഞ്ഞത്, ഒരു 1-2 പേരുള്ള ഒരു സമുദായത്തിന് പോലും ഒരു MLA MP ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ അത്രയും റിപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിയമസഭയിൽ വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനും ആൾക്കാർ സ്ത്രീ ജയിക്കുന്ന സ്ത്രീകൾ തന്നെ അതിന് തയ്യാറാവുന്നില്ല. കുറേയൊക്കെ അവരതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരു സ്ത്രീ ജയിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികളോ എന്തെങ്കിലും ചെയ്യാനോ സ്ത്രീകൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ അവരും തയ്യാറാകണം. ഒരു മാറ്റം വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയിലും അതുപോലെ തന്നെ മാറ്റങ്ങൾ വരണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി സ്ത്രീകൾ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ നേതൃത്വത്തിൽ വരുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പം നമ്മൾ ശ്വേതാ മേനോന്റെ ഈ കേസ് പറയുമ്പോൾ തന്നെ അതിൻ്റെ അതർ സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എതിരെ മത്സരിക്കാൻ പോലും ഒരാളില്ല. അങ്ങനെയും ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട്. ഇപ്പം ചില കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ ഫോർ എ നെയിം സേക്ക് നമ്മൾ ആരെങ്കിലും തിരഞ്ഞെടുത്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല. മീൻസ് അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ചില സ്ത്രീകളെ നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളോട് സപ്പോർട്ടുണ്ട് സമൂഹത്തിന്. കേരള സമൂഹം അങ്ങനെ പൂർണ്ണമായിട്ട് സ്ത്രീവിരുദ്ധ സമൂഹമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സപ്പോർട്ടില്ലാത്തത് എവിടെയാണ്? സ്വന്തമായി ഒപ്പീനിയൻ പറയുന്ന ബോൾഡായിട്ടുള്ള സ്ത്രീകളോടാണ് സപ്പോർട്ടില്ലാത്തത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, ഇപ്പോൾ നമുക്ക് ദേവനന്ദയുടെ കേസ് അറിയാം. ആ കുട്ടി വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി പോലും ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി പോലും ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ, പുരുഷന്മാരെ ഒപ്പീനിയൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു സ്ത്രീ പീഡകനാണെന്ന് പേര് കേട്ട ആളാണെങ്കിലും ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പേര് കേട്ട ഒരാളാണെങ്കിൽ പോലും ഒരു പുരുഷൻ ഒപ്പീനിയൻ പറയുമ്പോൾ അതിന് ആൾക്കാർ കുറച്ചും കൂടി ഒപ്പീനിയൻസിന് എടുക്കും. പക്ഷെ ഒരു സ്ത്രീ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ ഇവൾ ആരടി ഇത് എന്ന് ചോദിക്കുന്ന ഒരു സമീപനമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പോയിന്റും അത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സൊസൈറ്റിയിൽ ഒരു പുരുഷ മേധാവിത്വം ഉണ്ടെന്ന്. ഇനിയിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാലും അത് എവിടേക്കോ നമുക്കത് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് മാറി ഇപ്പോൾ സ്ത്രീകൾ വരണം എന്ന് ആലോചിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ശത്രു എപ്പോഴും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇത് മാറാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ കുറച്ചും കൂടി എപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു സ്ത്രീയെ കാണുമ്പോൾ എപ്പോഴും സ്വയം അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു മൈൻഡ് നമ്മൾ സ്ത്രീകൾക്കുണ്ട്. ഞാനാണോ കൂടുതൽ അങ്ങനെ ഇത് ചെയ്യുന്നൊരു അവസ്ഥ. ബേസിക്കലി സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കണ്ണിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിഫൈഡ് ആണ്, സെക്ഷലൈസ്ഡ് ആണ് എപ്പോഴും സ്ത്രീ. 2 സ്ത്രീകൾ ഇരിക്കുമ്പോൾ തന്നെ കമ്പാരിസൺ തുടങ്ങും. ഇവൾ ഇങ്ങനെ അവൾ അങ്ങനെ എന്നിട്ടൊരു ഒബ്ജക്റ്റിഫൈ ചെയ്യുവാണ്. അപ്പോൾ
ഇപ്പം 4 സഹോദരിമാരുണ്ടെങ്കിൽ ആ 4 സഹോദരിമാരെ എങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും നമുക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ സമൂഹത്തിൽ എപ്പോഴും ഈ ഒരു പരസ്പരം ഒരു അതിൻ്റെ കാരണം സമൂഹം തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു വൈര്യം വരുന്നുണ്ട്. എന്നേക്കാൾ നല്ലതാണോ, എന്നേക്കാൾ നിറമുണ്ടോ, ഇങ്ങനത്തെ ചില ചിന്തകൾ വരുവാണ്. അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീ എന്ന നിലയിൽ താങ്കളും അതേ പ്രശ്നങ്ങൾ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചിന്ത നമുക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടാവണം. ആ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് സ്ത്രീകളുടെ തന്നെ മൈൻഡിലാണ്. നമ്മൾ എന്തൊരു പ്രശ്നം വരുമ്പോഴും അവരെ കുറ്റം പറയുക, ഒരു സ്ത്രീ അങ്ങ് കുറ്റം പറയാന്നുള്ളൊരു സമീപനം മാറ്റിയിട്ട് നമ്മൾ സ്ത്രീകളാണ്, നമ്മളെല്ലാവരും ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ് നേരിടുന്നത് എന്നുള്ള ആ ഒരു സഹോദരി ബന്ധം അത് നമുക്ക് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന നടി, ആ നടിക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരു ബോബി ചെമ്മണൂരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഹണി റോസ് തന്നെ മനോരമ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് എന്നെ സ്ത്രീകളാണ് സപ്പോർട്ട് ചെയ്യാത്തത്, പുരുഷന്മാർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതാണൊരു പ്രശ്നം. അപ്പോൾ സ്ത്രീകൾ പരസ്പരം ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുക. ഒരു സ്ത്രീ വരണം, എന്നാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ വരുന്ന സ്ത്രീകളും അത് ചെയ്യണം. ഇപ്പം റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകളോട് സോഫ്റ്റ് കോർണറല്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അത്തരത്തിലുള്ളവരെ നമുക്ക് രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും നമ്മുടെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാം. അതിന് പകരം റീൽസിലൊക്കെ വന്നിട്ട് ചുമ്മാ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ്, അവരുടെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്നും മനസ്സിലാക്കുക. കുറച്ചും പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, സ്ത്രീകൾ കുറച്ചും കൂടി ലോകത്തെക്കുറിച്ച് വാർത്തകളും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി വേണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ പാട്രിയാർക്കൽ സമൂഹത്തെ കൂടുതലും അതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകൾ തന്നെയാണ് കുറേ രീതിയിലൊക്കെ. അപ്പോൾ അവളെന്തിനാ അങ്ങനെ ഡ്രസ്സ് ഇട്ടു, അവളെന്തിനാ അങ്ങനെ നടന്നു, അടങ്ങി ജീവിക്കണം. അതെ അതെ. പിന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ചില ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസൊക്കെ കല്യാണം കഴിച്ച കുഞ്ഞൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. നല്ല ഇത്. അതുവരെ അവര് സ്മാർട്ടായിട്ട് നടക്കുമ്പോൾ അവർക്കെതിരെ കുറെ കുത്തുവാക്കും ദേഷ്യവും ഇതൊക്കെ ആയിരിക്കും. ഇപ്പൊ സമീപകാലത്ത് തന്നെ അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ തന്നെ അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് സെക്ഷലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് നമ്മൾ തന്നെ ഏറ്റെടുക്കുവാണ്, നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് നമ്മൾ ചരക്കാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് മാറി നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരും. ഇപ്പം നമുക്കറിയാം, ഓരോ ആളുകളും സംഘടനകൾ രൂപീകരിക്കുന്നത് എന്തിനാണ്? സംഘടിച്ച് നിൽക്കാനാണ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. അതുപോലെ കുറച്ചൊക്കെ സംഘടിച്ച് നിൽക്കാൻ സ്ത്രീകൾക്ക് സാധിക്കണം. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്നെ ചിലപ്പോൾ എല്ലാവരും കൂടി ഫെമിനിസ്റ്റ് പറയാൻ വരുന്നത്, ഈ ഇന്റർവ്യൂവിന്റെ ഔട്ട് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് റിനി ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഇവളാരും വലിയ ഫെമിനിസ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കമന്റ്സ് ആയിരിക്കും വരുന്നത്, കൂടുതൽ വരുന്നത്. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചധികം സംസാരിക്കുന്ന ആളുകൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ അടക്കവും ഒതുക്കവും ഇല്ലാത്ത അങ്ങനത്തെ പെൺപിള്ളേര്, അതല്ലെങ്കിൽ ഫെമിനിസ്റ്റ്. ഈ രണ്ട് പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അല്ല, അത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് നമ്മൾ കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് നമ്മൾക്ക് പുരുഷനും സ്ത്രീ എന്ന് പറയുന്ന ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. സ്ത്രീ ഇല്ലാതെ പുരുഷനും പുരുഷനില്ലാതെ സ്ത്രീക്കും നിലനിൽപ്പില്ല. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ പുരുഷനാണ്, എൻ്റെ ബ്രദർ പുരുഷനാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും എന്നെ സഹായിച്ചിട്ടുള്ളത്, ഞാൻ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിന് വരെ കാരണമായിട്ടുള്ളത് പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് പുരുഷന്മാരോട് ഒരു തരത്തിലുള്ള വിദ്വേഷമുള്ളതെന്ന് വെച്ചാൽ പുരുഷന്മാരോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. പക്ഷേ എന്ന് കരുതി, അതാ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു സമുദായം ഒന്നിച്ച് നിന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു സമുദായം, ഒരു മതം എന്ന് വിളിക്കുക, ഒന്നിച്ച് നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനർത്ഥം മറ്റു മതങ്ങളെ ഇഷ്ടമല്ലെന്നല്ലല്ലോ. അങ്ങനെ ഒരു അർത്ഥം ഇല്ലല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനർത്ഥം നമുക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല എന്നുള്ളതല്ല. മനസ്സിലായി? പിന്നെ നമ്മളിത് പറയുന്നത് ഒരു കാര്യം കൂടി, നമ്മൾ പുരുഷന്മാരോട് പറയുകയാണ്, ദേ കേൾക്കൂ, ഞങ്ങളുടെ വിഷമങ്ങൾ കേൾക്കൂ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കൂ. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു കേഴലാണ്, ലോകത്തോടൊരു പറയുകയാണ്. നമ്മളിങ്ങനെ പ്രതിസന്ധിയിലാണ്, നമ്മൾക്ക് കുറച്ചും കൂടി ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ടാലൻ്റുള്ള സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ സഹകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
ഇപ്പോൾ കലാരംഗത്തൊക്കെ അത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ടാലൻറ്റിനെ തന്നെ കില്ല് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു കലാകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കലാകാരിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കല പ്രകടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു കലാകാരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. മനസ്സിലായില്ലേ? ഒരു കലാകാരിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ശരീരം കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക കൊണ്ട് മാത്രം നമുക്ക് നമ്മളൊരു കലയെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ദുരന്തം ആലോചിച്ച് നോക്കും. അങ്ങനെ സിനിമകൾ നഷ്ടമായിട്ടുണ്ടോ? സിനിമകൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ചില പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഈ രീതിയിൽ ആണെങ്കിൽ മതി എന്നുള്ള അർത്ഥത്തിലുള്ള പല സമീപനങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഏത് സ്ത്രീയും ഫേസ് ചെയ്യുന്ന അത്തരം കണക്റ്റഡ് ആയിട്ട് വരുന്ന ഫീൽഡുകളിലൊക്കെ സിനിമ, സീരിയൽ, അങ്ങനെയൊക്കെ പല മേഖലകളിൽ നിന്നൊക്കെ. ഞാൻ പിന്നെ സീരിയലിൽ അങ്ങനെ ആക്റ്റീവാകാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ചിലർ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതും ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞത്. രാഷ്ട്രീയത്തിലും ഇതേ പ്രശ്നമുണ്ട്. എനിക്ക് ഇത്തരത്തിലൊരു യുവ നേതാവിൻ്റെ അടുത്ത് നിന്ന് വളരെ മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം റീസെൻ്റ്ലി ചില വീഡിയോസൊക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ളവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ്. ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിൽക്കുന്ന ഒരു വിഷയമാണ്, കറൻ്റ്ലി നിൽക്കുന്ന ഒരു വിഷയവും കൂടിയാണ്, അറിയാലോ. എന്നിട്ടും ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല. ഈവൺ അവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും. അതാണ് ഹൂ കെയേഴ്സ്, അതാണ്.